ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം വിദ്യാരംഭം. കുഞ്ഞു വളർന്നു, പള്ളിക്കൂടത്തിൽ ചേർക്കേണ്ട കാലമായി. കൊച്ചു സത്യനെ പുട്ടപർത്തിയിലെ പ്രാഥമിക വിദ്യാലയത്തിൽ ചേർത്തു. അനുസരണ പഠിപ്പിക്കലാണ് വിദ്യാലയത്തിലെ പ്രധാന കാര്യം. ചൂരൽ കഷായത്തിലൂടെ ആയിരുന്നു അനുസരണക്കേറിന് ചികിത്സ നടത്തിയിരുന്നത്. സ്കൂളിലെ ചിട്ട ഇങ്ങനെ: ആദ്യം സ്കൂളിലെത്തി ഗുരുനാഥനെ വന്ദിക്കുന്നവർക്ക് അടികൊള്ളണ്ട. ആദ്യം വരുന്നതാണ് സമയം, അല്ലാതെ കൃത്യസമയമില്ല. താമസിച്ചു വരുന്നത് ഏത് കുട്ടിയാണെങ്കിലും എന്തു കാരണം കൊണ്ടായാലും അടി കിട്ടും. വൈകിയതിനനുസരിച്ച് അടിയുടെ എണ്ണം കൂടും. അതിനാൽ പുലരും മുമ്പേ കുട്ടികൾ വിദ്യാലയത്തിലെത്തും. അതിരാവിലെ വിദ്യാലയത്തിലെത്തി തണുത്ത് വിറച്ച് താടി കൂട്ടിയടിക്കുന്ന സഹപാഠികളെ കണ്ട് കൊച്ചു സത്യന് വേദനയായി. അവരുടെ തണുപ്പകറ്റാൻ വീട്ടിലെ പുതപ്പും മുണ്ടും ഷാളും മറ്റും കൊണ്ടുവന്ന് സത്യൻ കൊടുത്തു. അതോടുകൂടി വീട്ടുകാർക്ക് പുതിയ പ്രശ്നമായി. ഇത്രയും കാലം ഭക്ഷണം പൂട്ടിവെച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ വസ്ത്രവും കൊച്ചു സത്യന് എത്താത്തിടത്ത് വെക്കേണ്ടി വന്നു. പ്രൈമറി സ്കൂളിലെ പഠനം കഴിഞ്ഞു. ഇനി പഠിക്കണമെങ്കിൽ ബുക്കപട്ടണത്തിൽ പോകണം. പുട്ടപർത്തിയിൽ നിന്ന് ഉദ്ദേശ്യം 2.5 നാഴിക ദൂരം. കല്ലും കുഴിയും നിറഞ്ഞ നാട്ടുവഴിയിലൂടെ നടക്കണം. മഴയുള്ളപ്പോഴാകട്ടെ ചെളി പിടിച്ച വയൽവരമ്പിലൂടെ, ചില സമയം കഴുത്തറ്റം വെള്ളത്തിലൂടെ ഒരു കെട്ട് പുസ്തകവും തലയിലേറ്റി പോകണം. 8 മണിയാകുമ്പോഴേക്കും സത്യൻ സ്കൂളിലേക്ക് പുറപ്പെടും. പ്രഭാത ഭക്ഷണം തിടുക്കത്തിൽ ഒരുവിധം കഴിച്ച് പുസ്തകവും ഉച്ചഭക്ഷണവും എടുത്ത് ഓട്ടമാണ്. അന്തിയാകുമ്പോഴാണ് തിരിച്ചു വരിക. തൻ്റെ മനുഷ്യനാട്യത്തിനിടയിലും കൊച്ചു സത്യൻ പലപ്പോഴും താൻ വ്യത്യസ്തനാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അന്ന് ആർക്കും അത് മനസ്സിലാക്കാനായില്ല. സ്കൂളിൽ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ ഒഴിവു സമയത്ത് സത്യൻ കൂട്ടുകാരെ വിളിച്ചുകൂട്ടും. ഭഗവത് ചിത്രമോ വിഗ്രഹമോ മുന്നിൽ വെച്ച് ആരതിയും പൂജയും നടത്തും. ഭജന പാടും. ആരതിക്ക് ശേഷം കൂട്ടുകാർക്ക് പ്രസാദം വിതരണം ചെയ്യും. അതിന് ഒരു ഒഴിഞ്ഞ സഞ്ചി ധാരാളം മതി. ഒഴിഞ്ഞ സഞ്ചിയിൽ കൈയിട്ടുകൊണ്ട് ചുറ്റും കൂടി നിൽക്കുന്ന സഖാക്കളോട് സത്യൻ തിരക്കും: എന്ത് പ്രസാദമാണ് വേണ്ടത്? നിഷ്കളങ്കരായ കുട്ടികൾ ആവശ്യപ്പെടുന്ന പ്രസാദം കൽപ്പതരുവിൽ നിന്നെന്ന പോലെ സഞ്ചിയിൽ നിന്ന് എടുക്കുകയായി. വിസ്മയത്തോടെ മധുരപ്രസാദം നുകർന്നു രസിക്കവേ കൂട്ടുകാർ തിരക്കും: സത്യ, എവിടുന്നാണ് ഈ പ്രസാദം? മന്ദഹാസമായിരിക്കും ഉത്തരം. പറയൂ സത്യ, എവിടുന്നാണ് പ്രസാദം? കുട്ടികൾ നിർബന്ധിക്കും. ഉത്തരം കൊടുക്കാതെ നിവൃത്തിയില്ലെന്നാകുമ്പോൾ കൊച്ചു സത്യൻ പറയും: ഓ, ഇതെല്ലാം ഗ്രാമത്തിലെ പരദേവത തരുന്നതാ. ആ ഉത്തരത്തിൽ കൂട്ടുകാർ തൃപ്തരാകും. കളിക്കൂട്ടുകാർ. സത്യന് കളിക്കൂട്ടുകാർ ഏറെ. അന്ന് വൃന്ദാവനത്തിൽ കണ്ണൻ്റെ കൂടെ ഓടി നടന്ന കൂട്ടുകാർ ഇപ്പോഴും വന്നു. വേറെ പേരിലാണെന്ന് മാത്രം. കേശണ്ണ, രംഗണ്ണ, സുബ്ബണ്ണ, രാമണ്ണ, കുപ്പുസ്വാമി എന്നിങ്ങനെ പോകുന്നു സുഹൃതികളായ ആ കളിക്കൂട്ടുകാരുടെ നിര. 50 പേരുണ്ടായിരുന്നു കൂട്ടുകാരായി. കേശണ്ണയ്ക്ക് 7 വയസ്സ്. കളിക്കിടയിൽ അവൻ സത്യനോട് പറയും: രാജു, നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. കുറച്ചു നേരം എൻ്റെ മടിയിൽ കിടന്നോളൂ. സത്യൻ അതനുസരിച്ചു. കുറേ നേരം കഴിഞ്ഞ് സത്യൻ എഴുന്നേറ്റു. കേശണ്ണ പറഞ്ഞു: രാജു, നീ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നതോടെ എൻ്റെ കാലിലെ വേദന മുഴുവൻ പോയി. മാത്രമല്ല, ഇപ്പോഴെനിക്ക് പറയാനാവാത്ത സുഖം തോന്നുന്നു. അത് കേട്ടതോടെ മറ്റു കുട്ടികളും തിക്കും തിരക്കും കൂട്ടി: എൻ്റെ മടിയിൽ കിടക്കൂ, എൻ്റെ മടിയിൽ കിടക്കൂ. സത്യൻ സമ്മതിച്ചു. എല്ലാവരെയും വരി വരിയായി നിർത്തി. 50 പേർ. 50 പേരുടെ മടിയിലും ശിരസ് വെച്ച് ആനന്ദമൂർത്തി ശയിച്ചു. അനന്തമായ ആനന്ദത്തിൻ്റെ അമൃതാനുഭവം 50 പേർക്കും അവിടുന്ന് കൃപയാലേ സമ്മാനിച്ചു. ഇതുതന്നെയല്ലേ മറ്റൊരു വിധത്തിൽ അമ്പാടിയിലെ ഉണ്ണി വനഭോജന വേളയിൽ കൂട്ടുകാരായ ഗോപന്മാർക്കും സമ്മാനിച്ചത്? സത്യൻ്റെ കൂട്ടുകാരാകൂ. തങ്ങളുടെ മക്കൾ സത്യൻ്റെ കൂട്ടുകൂടുന്നത് മാതാപിതാക്കൾക്ക് ഇഷ്ടമായിരുന്നു. സത്യൻ്റെ കൂട്ടുകൂടിയതോടെ പിള്ളേരുടെ പേടി പോയി. ആത്മധൈര്യം വളർന്നു. അവർ നന്നായി പഠിക്കാൻ തുടങ്ങി. പള്ളിക്കൂടത്തിൽ പിള്ളേരെ വിടണമെന്നില്ല, സത്യൻ്റെ അടുത്ത് വിട്ടാൽ മതി. അവർ എങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. സത്യൻ്റെ വീട് പലപ്പോഴും ട്യൂഷൻ സെൻ്ററായി. സത്യന് ട്യൂഷൻ മാസ്റ്റർ എന്ന പേരും കിട്ടി. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സത്യൻ തന്നെ ഉണ്ടാക്കിയ റാഗി കഞ്ഞി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അക്ഷരമാലയ്ക്കൊപ്പം സത്യൻ ഉപദേശിക്കും: കള്ളം പറയരുത്, ചീത്ത കൂട്ടുകൂടരുത്, ചീത്തവാക്ക് പറയരുത്, ആരെയും വിമർശിക്കരുത്, മുതിർന്നവരെ അനുസരിക്കണം, ആദരിക്കണം. സത്യസ്വരൂപനിൽ നിന്ന് മന്ത്രദീക്ഷ കിട്ടിയതുപോലെ ആയിരുന്നു ആ അമൃതവചനങ്ങൾ കേട്ടിരുന്നവർക്ക്. അതെല്ലാം അവരിൽ ഫലിക്കുകയും ചെയ്തു. പന്തപൂർ ഭജന സംഘം.
പുട്ടപർത്തിയിൽ ഗ്രാമീണർ സാധാരണ ഉണരുന്നത് 7 മണി കഴിഞ്ഞ്. കൊച്ചു സത്യൻ പണ്ടരി ഭജന സംഘം ഉണ്ടാക്കി. അതോടെ മാറ്റങ്ങളും കണ്ടു തുടങ്ങി. കുട്ടികൾ പുലർച്ചെ 5-ന് ഉണരും, കുളിക്കും, പ്രാർത്ഥിക്കും. സത്യത്തിൽ പർത്തിയിൽ ചിട്ടയോടെ ഈശ്വരസ്മരണ തുടങ്ങിയത് അക്കാലം മുതൽക്കാണ്. താമസിയാതെ അത് അയൽഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു. അതോടെ സത്യൻ അവരുടെ ഇടയിൽ വേദാന്തി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. സമയം കിട്ടുമ്പോഴൊക്കെ സത്യൻ കുട്ടികൾക്ക് തത്വങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരു വിശ്വാസത്തോടും വെറുപ്പുണ്ടാകരുത്. എല്ലാ മതവിശ്വാസങ്ങളെയും മാനിക്കണം. അവരുടെ ഉത്സവവേളകളിൽ പങ്കെടുക്കണം. ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, രാജു, എൻ്റെ അച്ഛനും അമ്മയും അത് സമ്മതിക്കില്ല. ഞങ്ങൾ ബ്രാഹ്മണരാണ്. സത്യൻ പറഞ്ഞു, നാം മനുഷ്യരാണെന്ന് ആദ്യം അറിയുക. നമ്മുടെ മതം പ്രേമമാണ്, ജാതി മനുഷ്യജാതിയും. അതിനാൽ ഒരുമയാണ് ആവശ്യം. നമ്മുടെ ലക്ഷ്യവും അതുതന്നെ. ഇങ്ങനെ പലപ്പോഴും അഗാധമായ തത്വങ്ങൾ ലളിതമായി സത്യൻ കളിക്കൂട്ടുകാരായ കുട്ടികൾക്ക് പകർന്നു. അത് അവരിലേക്ക് ആഴത്തിലിറങ്ങി ചെന്നു. ഒരിക്കൽ ഉറക്കം നടിച്ചു കിടന്ന് സത്യൻ കൂട്ടുകാരുടെ ചർച്ച നന്നായി കേട്ടു. കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു, രാജു എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, പക്ഷെ ഒന്നുപോലും നമുക്ക് ശരിയായി അനുസരിക്കാൻ പറ്റുന്നില്ല. മറ്റൊരുവൻ പറഞ്ഞു, ഞാനിപ്പോൾ ഏത് സാഹചര്യത്തിലും സത്യം മാത്രം പറയാൻ ശ്രമിക്കുന്നുണ്ട്. കേശണ്ണ പറഞ്ഞു, ഞാൻ സദാ ഈശ്വരനെ സ്നേഹിക്കാൻ പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അമ്മയും അച്ഛനും എൻ്റെ ശ്വാസം പോലും ഈശ്വരനാണ്. മറ്റൊരാൾ പറഞ്ഞു, രാജു പറഞ്ഞതൊക്കെ ചെയ്യുക ദുഷ്കരം തന്നെ, എന്നാലും അത് കേട്ടിരിക്കുന്നത് ഒരു സുഖം തന്നെ. അപ്പോൾ മറ്റൊരു കുട്ടി തിരക്കി, അതെങ്ങനെ സാധിക്കും? രാജുവിനെ സ്നേഹിക്കുകയും രാജു പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്യുക. ഞാൻ രാജുവിനെ ഏറെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യും. കുട്ടികളെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, നീ മാത്രമല്ല, ഞങ്ങളെല്ലാം രാജുവിനെ സ്നേഹിക്കുന്നു. പിന്നീട് അവർ തമ്മിൽ ഒരു കാര്യത്തിൽ വാശിയായി, രാജുവിനെ കൂടുതൽ സ്നേഹിക്കുക എന്ന കാര്യത്തിൽ. വിശേഷ അവസരങ്ങളിൽ കാളവണ്ടി ഓട്ട മത്സരം ഗ്രാമത്തിലെ ഒരു സംഭവമായിരുന്നു. വണ്ടിയിൽ നന്നായി അലങ്കരിച്ച് കാളകളെ കെട്ടി അതിൽ 10-15 തടിയന്മാർ കയറിയിരുന്ന് വണ്ടി വേഗത്തിൽ ഓടിക്കും. വേഗം കൂട്ടാനായി എഴുന്നേറ്റ് നിന്ന് ചാട്ട ചുഴറ്റി ഒരു കരുണയുമില്ലാതെ കാളകളെ അടിക്കും. ഇത് കണ്ട് സഹിക്കവയ്യാതെ നെഞ്ചുരുകുന്ന വേദനയോടെ സത്യൻ കൂട്ടുകാരോട് പറയും, നോക്കൂ, അത് നിന്റെ വീട്ടിലെ വണ്ടിയാണ്. നിന്റെ അച്ഛനോട് പറയൂ, ആ സാധു കാളകളെ ഇങ്ങനെ തല്ലരുതെന്ന്. ഇനി ഇത് ഉണ്ടാകാതിരിക്കാൻ നീ ശ്രമിക്കണം. ഇങ്ങനെ കൂട്ടുകാരിലൂടെ മുതിർന്നവരിലുള്ള മത്സര പ്രവണത സത്യൻ കുറച്ചു കൊണ്ടുവന്നു. കോഴിപ്പോരും ഗ്രാമത്തിൽ പതിവ് നാടകമായിരുന്നു. പോരുകോഴികളുടെ കാലിൽ ചെറിയ വളഞ്ഞ കത്തി വെച്ച് കെട്ടും. പിന്നെ പോരടിക്കാൻ കോഴികളെ പ്രേരിപ്പിക്കും. ഏതെങ്കിലും ഒരു കോഴി ചാകും വരെ ഇത് തുടരും. എന്തൊരു ക്രൂരത! ഒരിക്കൽ സങ്കടം വന്ന സത്യൻ പറഞ്ഞു, ഇതിലും വലിയ ക്രൂരതയുണ്ടോ? ഈ മിണ്ടാപ്രാണികളെ തമ്മിൽ തല്ലിച്ചു കൊല്ലുക. നിങ്ങളിലെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്ന മത്സരം നടത്തിക്കൂടെ? സത്യൻ്റെ ധാർമ്മിക രോഷം, സങ്കടം അവരിൽ ചലനമുണ്ടാക്കി. മുത്തശ്ശൻ കൊണ്ടമ്മ രാജു വിശദീകരിച്ചു, നോക്കൂ, നമ്മുടെ സത്യൻ ഇതേവരെ ഒരു ചെറിയ തെറ്റുപോലും ചെയ്തിട്ടില്ല. അവൻ നന്മ മാത്രമേ പറയൂ, പ്രവർത്തിക്കൂ. ഈ കോഴിപ്പോരും കാള മത്സരവും ചൂതുകളിയും നമ്മളിൽ പക ഉണർത്തും, വളർത്തും, ശത്രുത വർദ്ധിപ്പിക്കും. ഒടുവിൽ ഈ ഗ്രാമത്തിൻ്റെ ശാന്തിയും സന്തോഷവും തകർക്കും. ഗ്രാമീണരും ചിന്തിച്ചു, ശരിയാണ്, അവരിൽ മാറ്റമുണ്ടായി തുടങ്ങി. ഇതേ വിധം പല രീതിയിൽ ഗ്രാമത്തിലെ കളങ്കങ്ങൾ ഓരോന്നായി സത്യൻ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. സത്യൻ്റെ ഉപദേശങ്ങൾ ഒരു വിഭാഗം സ്വീകരിച്ചു, അതേസമയം ഒരു ചെറുവിഭാഗം തള്ളുകയും ചെയ്തു. അവർ ചിന്തിച്ചു, വെങ്കപ്പയുടെ പുത്രൻ നമ്മുടെ മക്കളെയൊക്കെ ഊശിരിയില്ലാതാക്കും. അവൻ അങ്ങനെ വലിയ ഉപദേശിയൊന്നും ആകണ്ട. സത്യനെ കാണുമ്പോൾ ഇക്കൂട്ടർ പറഞ്ഞു, ജാതിയില്ല, മതമില്ല, സസ്യാഹാരം മാത്രം മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ ഞങ്ങളുടെ കുട്ടികളെ വഴിതെറ്റിക്കുകയാണ്. ഭയരഹിതനായി പക്ഷെ ശാന്തനായി സത്യൻ പറഞ്ഞു, ഒരൊറ്റ മതമേയുള്ളൂ, അത് പ്രേമം. ഒരൊറ്റ ജാതി, മനുഷ്യജാതി. ഒരേ ഒരു ഈശ്വരൻ, അത് സർവവ്യാപി. എനിക്ക് ആരെയും ഭയമില്ല. സത്യം പറയുന്നതിൽ ഞാൻ എന്തിനു ഭയക്കണം? ഈ ലോകം മുഴുവനും നേടിയെടുക്കാൻ എനിക്ക് സത്യമെന്ന ആയുധം മാത്രം മതി. അനുകൂലിച്ചില്ലെങ്കിലും എതിർക്കാൻ കരുത്തു പോരാതെ അവരൊക്കെ നാവടക്കി മടങ്ങി. തൻ്റെ മകൻ അതിരുകൾ ലംഘിക്കുന്നു എന്ന് കരുതി പിതാവ് വെങ്കപ്പരാജു ഒരിക്കൽ പറഞ്ഞു, സത്യ,
ഇതൊന്നും ശരിയല്ല. മുതിർന്നവരോട് ഇങ്ങനെ പറയരുത്. സത്യൻ കൃത്യമായ മറുപടി കൊടുത്തു. സത്യം പറയുന്നതിൽ എന്തിനു മടിക്കണം? വെങ്കപ്പരാജു ഈശ്വരാമ്പയോട് സത്യനെ ഗുണദോഷിക്കാൻ പറഞ്ഞു. ഭക്ഷണം കൊടുക്കുന്ന വേളയിൽ അമ്മ പറഞ്ഞു, സത്യ, അച്ഛന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നീ ചെയ്യണ്ട. അച്ഛനെ അനുസരിക്കാതിരുന്നാൽ ദുഷ്കീർത്തി ഉണ്ടാക്കും. അമ്മേ, ഞാൻ ശരിയായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ആരെയും വിഷമിപ്പിക്കാൻ എനിക്ക് ആഗ്രഹവുമില്ല. സത്യം മാത്രം പറയുന്ന പ്രവർത്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ദുഷ്കീർത്തി ഉണ്ടാകും? സമീപമുണ്ടായിരുന്ന കൊണ്ടമ്മ ഏറ്റുപിടിച്ചു. അത് ശരി തന്നെ. എൻ്റെ സത്യൻ പറഞ്ഞത് പരമസത്യം. ഈശ്വരാമ്പ മൗനമായി. സത്യൻ്റെ വാക്കുകൾ ഗ്രാമത്തിൽ ഐശ്വര്യം വളർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഗ്രാമീണരിൽ ഒരു വിഭാഗം സത്യനോട് വൈരം പുലർത്താനും തുടങ്ങി. ഓം തത്സത്ത്.